എന്തായാലും ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. പുതിയ തീരുമാനത്തിനോട് സന്തോഷം പങ്കുവച്ചവർക്കൊപ്പം KSRTCക്ക് ബാധ്യത കൂടാൻ ഇത് കാരണമാകുമോ എന്ന ആശങ്കയുള്ളവരുമുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. അപ്പോൾ ഇനി ജൂൺ 15 മുതൽ ഞാൻ അടങ്ങുന്ന സ്ത്രീകൾക്ക് KSRTCയിലെ യാത്ര സൗജന്യമാണ്. ഇതിൽ നമുക്ക് ഈ KSRTCയിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളോട് തന്നെ അവരുടെ പ്രതികരണം തേടാം. നല്ല തീരുമാനം. പിന്നെ ഇത് നടത്തിയെടുക്കുന്നതിൻ്റെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് എങ്ങനെ അവർ ടാക്കിൾ ചെയ്യുമെന്നുള്ളത് കണ്ടറിയും. സന്തോഷം തന്നെ. ഇത്ര ഒരിടം പോയില്ലല്ലേ, ഇനിയിപ്പം ബസ് ഫ്രീ ആയിട്ട് പോകുമ്പോൾ എല്ലായിടം പോവാല്ലേ. കഷ്ടമല്ലേ, നമ്മളെപ്പോലെ ഒരു വയറ്റുപിഴപ്പിന് കിടക്കുന്നവരല്ലേ, അവർക്ക് നഷ്ടം ഉണ്ടായ ജീവനക്കാർക്ക് അതൊരു ഭയങ്കര നഷ്ടമല്ലേ. KSRTC ഇനി നഷ്ടത്തിലാവുന്നൊരു സങ്കടമുണ്ട്. ഉറപ്പായിരിക്കും നല്ല കാര്യം. അത്രയുള്ളൂ, സന്തോഷം. നല്ല അഭിപ്രായം. അർഹതയുള്ളവർക്ക് മാത്രം സൗജന്യയാത്ര കൊടുക്കാം. എൻ്റെ അഭിപ്രായം അതാണ്. കോളേജ് കുട്ടികൾ അങ്ങനെയുള്ള സ്കൂൾ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഉപകാരമായിരിക്കും. എല്ലാ സ്ത്രീകളും ജോലിക്കാരും ഒരുപാട് പേരില്ലേ, നല്ല ശമ്പളമുള്ള ജോലിക്കാരുണ്ട്, അവർക്കൊക്കെ സൗജന്യം കൊടുത്ത് KSRTCനെ നഷ്ടത്തിലാക്കി അവരാ രീതിയിലുള്ള ജോലിക്കാരെ ബുദ്ധിമുട്ടിക്കാൻ യോജിപ്പില്ല. എല്ലാവർക്കും സൗജന്യം കൊടുത്താൽ KSRTCക്ക് വലിയ നഷ്ടം വരും. അതാര് സഹിക്കും? അതൊരു പ്രശ്നമാണ്. വല്ല രോഗികൾ, ക്യാൻസർ രോഗികൾക്കൊക്കെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അതിൽ ഞാൻ പെടും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാം. എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പിള്ളേർക്കും വേണ്ടി ഒരു ആശുപത്രി ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായ? അപ്പം എല്ലാവർക്കും കൊടുക്കണ്ട, ആവശ്യതയുള്ളവർക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. നല്ല അഭിപ്രായം. സ്ത്രീകൾ സ്ഥിരമായി പോകുന്നവർക്കാണെങ്കിൽ അതൊരു സൗകര്യമായിരിക്കുമല്ലോ. പിന്നെ പൈസ ഒരുപാട് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ല, സർക്കാരിൻ്റെ ഒരു എന്താ പറയുക തീരുമാനങ്ങളല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ സർക്കാർ ജോലിക്കാരാണ്, അപ്പോൾ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അടുത്ത മന്ത്രിസഭ ഇനിയിപ്പോൾ എങ്ങനെ തീരുമാനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് മറുത്ത് ഒന്നും പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരായ ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയ കൊള്ളായിരുന്നു. കാര്യം പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് ഗുണം കൂടുതൽ കിട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥരായ ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കി നന്നായിരിക്കും. കുറേ സ്ഥലമൊക്കെ ഡ്രീം ലിസ്റ്റാണ്, അപ്പോൾ അതൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി പൈസയുടെ പേരിലൊന്നും മുടങ്ങണ്ട. അതെ, ദൂരെ പോകാൻ ഈ ഒരു സൗജന്യ യാത്രയിലൂടെ ദൂരെയൊക്കെ പോകാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതെ, അതാണ് പ്രതീക്ഷ. ഹാപ്പിയാണ്, കുഴപ്പമില്ല. കാരണം ഡെയിലി ട്രാവൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെതായ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗജന്യമായതിൽ സന്തോഷം. തുടർന്ന് പോട്ടെ, പകുതി വെച്ച് നിൽക്കരുത്, അത്രയേ ഉള്ളൂ. അങ്ങനെ KSRTC ബസ് എടുത്തു. ഇനി ജൂൺ 15 മുതൽ ഇങ്ങനെ ബസ് എടുക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ സൗജന്യമായി യാത്ര ചെയ്യുന്ന സ്ത്രീകളായിരിക്കും ഈ ബസ്സിലൊക്കെ ഉണ്ടാവുക. പക്ഷെ അതേസമയം ആളുകൾ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊരു അധിക ബാധ്യതയായി മാറുമോ, ഇതൊരു പ്രശ്നമായി മാറുമോ എന്ന ഒരു ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ വിനേഷ് നേതാജിക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.